അപ്പോൾ പിയാസുൽ തുടരുക. നമ്മളുടെ BBG റാംജി നിയമത്തിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. BBG റാംജി ബിൽ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേൾക്കുന്ന ആളുകളിൽ ചിലർ വിചാരിക്കും രാജ്യറാവു സ്പീക്കിംഗ് എന്നാണോ പറയുന്നത്. ആ പേരിന്റെ ഒരു പ്രശ്നമേ, എത്ര നല്ല പേരായിരുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അതിനെയാണ് BBG റാംജി ബില്ലാക്കി മാറ്റിയത്. ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണയും യോഗങ്ങളും നടക്കും. തൊഴിലുറപ്പ് പദ്ധതിക്ക് കരട് തയ്യാറാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെയുള്ളവർ ദില്ലിയിലെ സമരത്തിൽ പങ്കെടുക്കും. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമാക്കിയുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങുകയും ചെയ്യും. പിയാസുനിൽ തുടരുന്നുണ്ട്. പിയാസുനിൽ, ഈ ബില്ലിനെതിരെ, തൊഴിലുറപ്പ് ഭേദഗതി നിയമത്തിനെതിരെ, നിയമം തന്നെ പറയാം, ബില്ല് നിയമമായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതിയുടെ ഒപ്പ് കിട്ടിയതോടുകൂടി ബില്ല് നിയമമായി കഴിഞ്ഞു. നോട്ടിഫിക്കേഷന് ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്യും. വലിയ സ്കീമുകളൊക്കെ ഒരുപക്ഷെ വരുന്ന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. വലിയ തുകയൊക്കെ അതിനെ നീക്കിവെക്കും. പക്ഷേ അതുണ്ടാക്കി ഡാമേജ് എത്രമാത്രം വലുതാണ് എന്നത് തെളിയിക്കാൻ പോകുന്ന പ്രതിഷേധം ഇന്നുണ്ടാകുമോ പിയാസുനിൽ? അരുൺ, ഉറപ്പായും ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ സംയുക്തമായി ഇങ്ങനെയൊരു പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ഒരു ബില്ല് പാസ്സാക്കാനുള്ള നീക്കം പാർലമെന്റിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ ഈ 22-ാം തീയതിയിലെ പ്രക്ഷോഭം നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തതാണ്. ഏതായാലും ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും, രാജ്യത്ത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക, പ്രകടനങ്ങൾ, ധർണകൾ ഒക്കെ തന്നെ സംഘടിപ്പിക്കുക, പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഏതായാലും കേരളത്തിലും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ദില്ലിയിലുമൊക്കെ തന്നെ പ്രതിഷേധ പരിപാടികൾ നടക്കും എന്നാണ് നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ദില്ലിയിൽ നടക്കുന്ന സമരത്തിൽ പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. ഏതായാലും ഇതൊരു സൂചനാ സമരമാണ് എന്നാണ് ഇടതുപക്ഷ പാർട്ടികൾ അറിയിച്ചിരിക്കുന്നത്. ഇനി തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ തന്നെ അണിനിരത്തിക്കൊണ്ട് വലിയ സമരങ്ങളിലേക്ക് പോകും എന്നുകൂടി ഇടതുപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസും നമുക്കറിയാം ദേശീയ പ്രക്ഷോഭം ഇതിനകം തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി വരുന്ന 27-ാം തീയതി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ദില്ലിയിൽ യോഗം ചേരുന്നുണ്ട്. ദേശീയ മുന്നണി ഈ പ്രക്ഷോഭത്തിനായി രൂപീകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ അറിയിച്ചത്. അങ്ങനെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ BBG റാംജി ബില്ലിനെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധ കാഴ്ചകളായിരിക്കും രാജ്യത്താകെ പലയിടങ്ങളിലും നമുക്ക് കാണാനാവുക. ഈ വിഷയത്തിൽ നേരത്തെയൊക്കെ തന്നെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ദില്ലി അതിർത്തിയിലെ സിംഗുവിൽ 1 വർഷത്തിലധികം നീണ്ട പ്രക്ഷോഭമാണ് നടന്നത്. അതിന് സമാനമായ രീതിയിൽ തൊഴിലാളികളെയൊക്കെ തന്നെ അണിനിരത്തിയുള്ള വലിയ പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആലോചന. ഓക്കെ, ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഗഫൂർ പറയുന്നുണ്ട്, സുനിൽ ഒരു മാസ്ക് വെച്ചേക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ റിപ്പോർട്ടർമാർക്ക് വേണ്ടത്ര സുരക്ഷയൊക്കെ വേണമെന്ന് പറയും. പറഞ്ഞോ സുനിലെ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പുതുതായിട്ട് ഞാൻ പറഞ്ഞു വരായിരുന്നു, അതായത് മാസ്ക് ഇല്ലാതെ ഒരുപാട് സമയം പറയാവോ? പറഞ്ഞു. ഹലോ, മാസ്ക് ഇല്ലാതെ കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ തൊണ്ടയെ കടയ്ക്കും, അത്രയ്ക്ക് പൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ശരിയാണ്. ഒന്നാലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ. അപ്പോൾ ഈ കാഴ്ച എത്ര പിയാസുനിലും ആദിൽ പാലോടും നോബിളും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല തണുപ്പാണ്, നല്ല സുഖമാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനല്ല. ഇത് മൂന്നാറിലെ മഞ്ഞല്ല, ഡൽഹിയിൽ കാണുന്ന മഞ്ഞ്. താങ്ക് യു പിയാസുനിൽ.